ആശ്രയബോധത്തിലും മക്കളുടെ മനോധൈര്യത്തിലും യേശുവിന്റെ പ്രാർത്ഥനയുമായി ഗാഢബന്ധത്തിലാണെങ്കിൽ അവിടുത്തെ നാമത്തിൽ നാം ചോദിക്കുന്നതെല്ലാം അതിലും അധികം നമുക്ക് ലഭിക്കുന്നു. എല്ലാ ദാനങ്ങളെയും ഉൾക്കൊള്ളുന്നവരായ പരിശുദ്ധാത്മാവിനെ തന്നെ നമുക്ക് ലഭിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് നമ്മൾ എത്ര വൈകി അറിയാൻ. അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോ. നമ്മുടെ അഗസ്തീനോസിന്റെ തന്നെ ഒരു വിലാപഗാനമാണ്, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. ശരിക്കും നമ്മളുടെ അവസ്ഥ അത് തന്നെയാണല്ലേ. ഇതൊക്കെ പാടാറുണ്ട് നമ്മൾ. പക്ഷേ ദൈവത്തിൻ്റെ ഈ വിസ്മരണീയമായ പ്രാർത്ഥനാ ശൈലിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇത്ര പോസ്റ്റ്, ഞങ്ങളൊക്കെ 40 ദിവസം പോസ്റ്റേക്കണവരാ. അപ്പൊ അന്നൊക്കെ നമുക്ക് 40 ദിവസം പോസ്റ്റ് വലിയ കാര്യമാണ്. നമ്മുടെ ഉപവാസമോ പ്രാർത്ഥനയോ ഒന്നുമല്ല. നമ്മൾ 40 ദിവസം പോസ്റ്റ് തന്നെ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളിലുള്ളത് കൊണ്ടാണ്. അതിനെക്കുറിച്ച് ഇനി വേറൊരു പ്രബോധനമുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന വളരണം. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ കടലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യണ്ടാവും. അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പൊ നമ്മൾ വേറൊരു ലെവലിലേക്ക് വളരണമെങ്കിൽ ഇതാണ്, യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്തത് നോക്കിയേ, നമ്മുടെ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥനാണ്, മധ്യസ്ഥൻ നമുക്ക് പകരക്കാരനായി പ്രാർത്ഥിക്കുന്നു. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് ഹീസ് അഡ്വക്കേറ്റ്. ഈശോ പറഞ്ഞു, ഞാൻ മറ്റൊരു അഡ്വക്കേറ്റിനെ അയക്കാം. അപ്പൊ ഈശോ ആണ് നമ്മുടെ ആദ്യത്തെ അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് പറയാണ്, മോൻ ഇവിടെ ഇരുന്നോട്ടോ, സാറ് ഇവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് വാദിച്ച് കാര്യം ശരിയാക്കി തന്നോളാം. ഞാൻ വരട്ടെ? വേണ്ട. എന്നാലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളെ ഈശോ അവിടെ ഇരുത്തിയിട്ട് ഈശോ പോയിട്ട് പിതാവിനോട് വാഗ്വാദം നടത്താം. ഈ തോമസ് പോള് രാവും പകലും നമുക്ക് വേണ്ടി വേല ചെയ്യണം, അതുകൊണ്ട് ആ കാനാൻകാരി സ്ത്രീയോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവന് അതുപോലെ കൊടുത്തൂടെ പിതാവിന്? പിന്നെ തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തോമസ് പോളിന് വേണ്ടി ഉടനെ സാങ്ഷൻ ആക്കണം. യെസ്, നീ ചോദിക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം. നമ്മുടെ യാചനകൾ ഒരിക്കൽ എന്നേക്കുമായി സമാഹരിക്കപ്പെട്ടു പിതാവിന്റെ പക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിൽ നിന്ന് അവിടെ നിന്ന് ഒരിക്കലും. എന്നിട്ട് അവിടെ പറയാണ്, നമ്മുടെ പ്രാർത്ഥന ആശ്രയബോധത്തിലും മക്കളുടെ മനോധൈര്യത്തിലും. നമ്മൾ ദൈവമക്കളാണ്, നമുക്കവിടെ ഒരു ആശ്രയബോധമാണ്. മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോ മുടിയനായ പുത്രനെ വലിയ സൽക്കരിച്ചു. അതല്ല ആ ഉപമയുടെ ക്ലൈമാക്സ്. നമ്മളെല്ലാവരും കണ്ട അവൻ പന്നിക്കുഴിയിൽ കിടന്നപ്പോഴാണ്, നീയൊക്കെ പന്നിക്കുഴിയിൽ കിടന്നാലേ ശരിയാവുള്ളൂ എന്നും പറഞ്ഞാണ് അതിന്റെ പ്രബോധനം. ചിലവർ പന്നിക്കുഴിയിൽ കിടന്നു കഴിഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞപ്പോ കർത്താവ് അവനെ കുറ്റം പറഞ്ഞോ? അതല്ല അവിടുത്തെ ക്ലൈമാക്സ്. ക്ലൈമാക്സ് അത് കഴിഞ്ഞിട്ട് മൂത്ത ജ്യേഷ്ഠൻ വരികയാണ്. ചേട്ടൻ വന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ, ഇതെന്ത് എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ
ഭയങ്കര ആഘോഷം. ആലോചിച്ച് നമ്മളുടെ വീട്ടിലെ നമ്മളറിയാതെ ഒരാഘോഷം. അപ്പോ ആൾക്കാർ അതേ നിന്റെ അനിയച്ചാര് മടങ്ങി വന്നേക്കണം. അത് കാരണം അവൻ മടങ്ങി വന്നത് കൊണ്ട് അപ്പൻ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പനിതാ മുഴുത്ത കാളേനെ വെട്ടി വലിയ ആഘോഷം. അവനെന്തിനാ മടങ്ങി വന്നേ? അവൻ കണക്കൊക്കെ തീർത്ത് പോയതല്ലേ, അവന്റെ വീതം എടുത്തോണ്ട് പോയതല്ലേ. നീ വീണ്ടും വന്നേക്കണെന്തിനാ? എന്റെ വീതം കൂടി എടുക്കാനാണോ? ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തയായി. ചേട്ടന് ദേഷ്യം. അപ്പനും വീട്ടുകാർക്കെല്ലാം സന്തോഷം. ഇവൻ മരിച്ചു എന്ന് വിചാരിച്ചവൻ ഇപ്പോൾ ഇതാ ജീവിക്കുന്നു. ചേട്ടൻ വീട്ടിൽ കയറണില്ല. അപ്പോ അപ്പൻ വീണ്ടും ഇറങ്ങി ചെന്നിട്ട് പറയാൻ, മകനെ. അപ്പൊ അപ്പൻ വീണ്ടും ഇറങ്ങി ചെന്നപ്പോ ചേട്ടൻ പറയാൻ, ഞാൻ ഈ കാലമത്രയും നിങ്ങൾക്ക് വേണ്ടി ദാസ്യവേല ചെയ്തു. എന്ത് ചെയ്തു? ദാസ്യവേല. നിങ്ങളുടെ കൽപ്പനകളെല്ലാം ഞാൻ പാലിച്ചു. മനസ്സിലായോ? ഏത് കൽപ്പനയെ കുറിച്ച് പറയണേ? 10 കൽപ്പന. മോശ പറഞ്ഞ കൽപ്പനയൊക്കെ ഞാൻ പാലിച്ചു. നിങ്ങളുടെ കൽപ്പനയൊക്കെ പാലിച്ചു. എന്നിട്ട് ഒരാട്ടുംകുട്ടീനെ എനിക്ക് വേണ്ടി എന്റെ സുഹൃത്തുക്കളോട് കൂടെ ആഘോഷിക്കാൻ ഒരാട്ടുംകുട്ടീനെ നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ എന്തപ്പനാണോ? ഏതാണ്ട് ഈ ശൈലിയായിരുന്നിരിക്കണം മൂത്ത ചേട്ടന്റെ. അപ്പോൾ അപ്പം പറയാനേ, ശ്രദ്ധിക്കണേ, എല്ലാവരും നേറ്റു പറഞ്ഞേ, എല്ലാവരും നേറ്റു പറഞ്ഞേ. അപ്പനെന്താ പറഞ്ഞേ? മകനേ, നീ എപ്പോഴും എന്റെ കൂടെയല്ലേ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ. ഇതാണ് അതിന്റെ ക്ലൈമാക്സ്. അപ്പൊ ആ ഉപമകളിലെ 3 ഉപമകളാണ്. ആദ്യം ഒരാടിൽ ദൂരെ പോയി നഷ്ടപ്പെട്ടു, കണ്ടുകിട്ടുവോളം അതിന്റെ പുറകെ പോകുന്ന ഇടയൻ. കണ്ടുകിട്ടുവോളം. ഇടയന് തിരിച്ചു വരാൻ പറ്റില്ല. അതാണ് അവിടുത്തെ നിയമം. ഒരാട് കാണാതെ പോയാൽ, ഇടയെന്ന് പറഞ്ഞാൽ ഈ പരിസേരുടെ തന്നെ വീട്ടിലെ തൊഴിലാളികളാണ് അവര്. ഈ പരിസേർക്ക് പലർക്കും 100-200 ആടുള്ളവരാ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഭാഷയാണ് ഈ പറയണത്. ഒരാടിനെ കാണാണ്ട് പോയാൽ ആ ഇടയൻ അതിനെ കണ്ടുകിട്ടുവോളം അന്വേഷിക്കും. ഇത് മാർപ്പാപ്പ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കണ്ടുകിട്ടുവോളം. അപ്പൊ അത് ഈ മുടിയനായ പുത്രനെ കുറിച്ച്. എന്താണ്? ചായ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ അതിന് വലിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ചായ. രണ്ടാമത്തെ ഉപമ, ഒരു ചേടുത്തി വീടിന്റെ അകത്ത് തന്റെ 10 നാണയത്തിൽ 1 നാണയം നഷ്ടപ്പെട്ടു. ഇതെവിടെയാ? അകത്ത് തന്നെയാണ്, പുറത്തല്ല. ആദ്യത്തെ അവൻ പുറത്തു പോയി, അതാണ് ഇടയൻ, ആട്. രണ്ടാമത്തെ വീടിന്റെ അകത്ത് തന്നെ നാണയം നഷ്ടപ്പെട്ടു. അത് കണ്ടുകിട്ടുവോളം അന്വേഷിച്ച്. അപ്പൊ ആ അമ്മച്ചി ചൂലെടുത്ത് അടിച്ചു വാരി എവിടെ എന്റെ നാണയം പോയതെന്ന് കണ്ടുകിട്ടുവോളം കിട്ടിക്കഴിഞ്ഞപ്പോ, എന്റെ നഷ്ടപ്പെട്ട നാണയം എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് എല്ലാവരോടും പറയുന്നു. അതാരെ കുറിച്ചാ? അത് ഈ മൂത്തവനെ കുറിച്ചാണ്. അവൻ വീട്ടിൽ തന്നെയാണ്, പക്ഷെ നഷ്ടപ്പെട്ട അവസ്ഥ. നമ്മളോട് ഇത് വല്ലതും സംസാരിക്കണമായി തോന്നുന്നുണ്ടോ? നമ്മൾ സത്യക്രിസ്ത്യാനികൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കണം, ഈശോയെ ഭക്ഷിക്കണം. എന്നിട്ടും നമ്മൾ ഈ 10 പ്രമാണത്തില് മാത്രം കുടുങ്ങി കിടക്കുകയാണ്. എന്നാൽ അത് പാലിക്കാൻ പറ്റുന്നില്ല. വീടിന്റെ അകത്ത് തന്നെയാണ്, പിതാവാണ്, പുത്രൻ ഈശോ മിശിഹായാണെന്നൊന്നും ഒരു വിചാരമില്ല. നഷ്ടപ്പെട്ട അവസ്ഥയിൽ. മുടിയനായ പുത്രൻ പന്നിക്കുഴിയിൽ കിടന്ന പോലെ തന്നെയല്ലേ നമ്മൾ വീട്ടിൽ തന്നെ ഒരു പന്നിക്കുഴി ഉണ്ടാക്കിയേക്കണത്.
ഈ ലൂക്ക 15 കുറിച്ച് പിതാക്കന്മാര് പറയണത് ദാറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗോസ്പൽസ് ആണ് ലൂക്ക. ലൂക്കായുടെ സുവിശേഷത്തിലെ മോതിരമാണ് 15-ാം അധ്യായം. ഗോസ്പൽ ഓഫ് ദ ഗോസ്പൽസ്. ഇതൊറ്റ അധ്യായം ശരിക്ക് ഹൃദയത്തിൽ മനസ്സിലാക്കിയാൽ മതി. അതിന്റെ അവസാനം എത്തുന്നത് എവിടെയാണ്? മകനേ. പറയുന്നത് എന്താ? പുത്ര, ആ മക്കളുടെ മനോധൈര്യവും ആശ്രയവും. നമ്മൾ ദൈവം മക്കളാണ്. ഞാൻ ബോംബെയില് ആയിരുന്നപ്പോ ഞാനിവിടെ പറഞ്ഞു വന്നില്ല, എന്റെ മകൻ അവൻ അവിടെ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ട്രൗസർ മാറിയിട്ട് പന്ത് കളിക്കാൻ പോവാണ് അല്ലേ, ഫുട്ബോൾ. അവൻ നല്ല ഫുട്ബോൾ കളിക്കാരനാണ്. അവൻ ഒരു അടി അടിച്ച് ബോൾ ചെന്ന് സർദാർജിയുടെ വീടിന്റെ ജനാല പൊളിച്ചു. സർദാർജിക്കൊപ്പം ഈ ചക്കാരൻ തടിമാതൻ ഉടനെ ചാടി വന്നിട്ട് ഉണ്ടാക്കിയിട്ട് വന്ന് ഇവനെ പിടികൂടി. ദൈവാധീനത്തിന് ഞാൻ ആ സമയത്ത് അവിടെ എത്തിപ്പെട്ടു. അല്ലെങ്കിൽ അവൻ അടിച്ച് പൊളിച്ചു കളഞ്ഞു. ഇവനെ അടിക്കാനങ്ങ് പോകുമ്പോ വലിയ തടിമാടൻ സർദാർജി കൊച്ചിനെ പിടിച്ച് അടിക്കാൻ പോകണം. കിടക്കി തോടിക്കാ തെറിയന്റെ കൂടി ഉണ്ട്. അത് നമുക്കിവിടെ പറയാൻ കൊള്ളില്ലല്ലോ സർദാർജിയുടെ ഭാഷ. ഇവനെ അടിക്കാൻ പോകുമ്പോ ഞാൻ പെട്ടെന്ന് കയറി കൈ പിടിച്ചു. इतना कॉस्टली खिड़की है वो तोड़ दिया, सो मारना चाहिए. नहीं 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 मत मारो, वो मेरा बेटा है. ഞാൻ പറഞ്ഞു അവൻ അടിക്കരുത്, അവൻ എന്റെ മകനാണ്. നിന്നെ മാനം അവൻ ചെയ്ത് നമുക്കറിയോ? ശരിയാ, തെറ്റുപറ്റി. അത് മേലെ കിടക്കുക. എന്റെ ഈ ജനാല പട്ടിയെന്ത് ചെയ്യും? ഞാൻ പരിഹാരം ചെയ്യാം. ഞാൻ അവന്റെ അപ്പനാണ്, ഞാൻ അതിന് പരിഹാരം ചെയ്യാം. അച്ഛാ तो मैं छोड़ता हूं. മനസ്സിലായോ? ഇതാണ് രക്ഷയുടെ സന്ദേശം. നമ്മൾ മക്കളാണെങ്കിലും ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ തിന്മയ്ക്കനുസരിച്ച് ദൈവം നമ്മളെ ശിക്ഷിച്ചുവോ? ദൈവം നമ്മുടെ പാപങ്ങൾ നമുക്കെതിരെ പരിഗണിക്കാതെ സ്വന്തം പുത്രനെ അതിന് പരിഹാരം ചെയ്യുകയും സ്വന്തം പുത്രനെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇത് വിശ്വസിക്കാതെ 10 പ്രമാണം വിശ്വസിച്ചുകൊണ്ട് എന്ത് കാര്യം? അപ്പൊ ഇപ്പൊ ഏത് പ്രമാണത്തിലാണോ നമ്മൾ ജീവിക്കേണ്ടത്? 10 പ്രമാണത്തിലാണോ യേശുവിന്റെ പ്രമാണത്തിലാണോ? അങ്ങനെ ഒരു വാക്ക് എവിടെയാണ് പുതിയ നിയമത്തിലുള്ളതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യേശുവിന്റെ നിയമം പാലിക്കണം എന്ന് പൗലോസ് പറഞ്ഞ ഒരു വാക്ക് എവിടെയാണ്? സുവിശേഷ പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലെ യേശുവിന്റെ നിയമം നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞ ഒരു വാക്ക് എവിടെയെന്ന് ആർക്കെങ്കിലും ഓർമ്മയിട്ടേക്ക് കൈവക്കിയേ? തോറ്റു, നിങ്ങളൊക്കെ തോറ്റു ഉണ്ടോ? ആരും കൈവക്കണില്ല. ആലോചിച്ചോ, ഇപ്പൊ നിങ്ങൾ എവിടെയാ? നിങ്ങൾ ഏത് പുത്രനാ? നിങ്ങൾ ഏത് പുത്രനാണ്? നിങ്ങള് ആ വീട്ടിന്റെ അകത്തുണ്ടായിട്ടും നഷ്ടപ്പെട്ട പുത്രനിൽ ഒരാളാണോ? അല്ലയോ? എന്നോട് ക്ഷമിക്കണം കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് യേശുവിന്റെ നിയമം ഇതുവരെ അറിയില്ല. അതെവിടെയാണ് എഴുതിയേക്കണമെന്ന് അറിയില്ല. 1:11 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യേശുവിന്റെ നിയമം നിങ്ങൾ പാലിക്കണം. ഇതാണ് നമ്മുടെ അവസ്ഥ. പിന്നെ എങ്ങനെ നമുക്ക് അഭിഷേകം ഉണ്ടാവും? അതായത് പുത്രാശ്രയമില്ല നമുക്ക്. നമ്മൾ പ്രാർത്ഥിക്കണതൊക്കെ ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ ഇന്നത് കിട്ടും, ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ ഇന്നത് കിട്ടും. ദൈവ മക്കളാണെന്നുള്ള എന്റെ കർത്താവ്, നിങ്ങൾക്കത് അറിയില്ലെന്നോ? നിങ്ങളെ ആരാണത്? നിങ്ങൾ ഇത്രയും വളർച്ചയായിട്ട് നിങ്ങൾക്ക് യേശുവിന്റെ നിയമം എന്ന് പറഞ്ഞേക്കണ വാക്ക് എവിടെ എഴുതിയേക്കണമെന്ന് അറിയില്ലെന്നോ?
സോ അത് വീഡിയോ ലൈവിൽ കിട്ടുന്ന ആൾക്കാരെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. എടാ നിനക്കൂറിയില്ലേ? നീ ബൈബിള് മുഴുവൻ എത്ര പ്രാവശ്യം ബൈഹാർട്ട് പഠിച്ചാൽ? ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ നമ്മൾക്ക് എന്ത് സുവിശേഷം അറിയണേ? അല്ല അല്ല, കണ്ടോ, ഇത്രയും സമയമായിട്ട് ആർക്കും പിടിയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടിയല്ല, ഇതെനിക്ക് വേണ്ടിയിട്ടാണ്. ഇതെനിക്കറിയാം, ഞാനത് അനുഭവിച്ച് ജീവിക്കുന്നു. എന്തനുഭവം? പുത്രനാണ്, അതുകൊണ്ട് എന്നെ ശിക്ഷിക്കാൻ ആർക്കും പറ്റില്ല. എന്റെ പാപം, എനിക്ക് പാപമുണ്ട് ഇപ്പോഴും. ആ പാപത്തിന് ആര് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നു? ഈശോ മിശിഹ പരിഹാരം ചെയ്യണു. ഈശോ മിശിഹ എനിക്ക് വേണ്ടി മാധ്യസ്ഥം നിൽക്കണു. പിതാവേ, ഈ തോമസ് പോളി ഒരുപാട് തിന്മയൊക്കെ ചെയ്യണവനാണ്, അവന്റെ സകല പാപവും ഞാൻ കുരിശിൽ ഏറ്റെടുത്തു. അതുകൊണ്ട് അങ്ങ് അവന് ഒരു കിരീടം തന്നെ കൊടുക്കണം. ഇവിടെ എന്താ പറയണത്? നമുക്ക് വേണ്ടിയും നമ്മുടെ സ്ഥാനത്ത് നിന്നും പറയും. അല്ല, എന്നിട്ടും കിട്ടില്ല. ഇത്ര നേരമായിട്ട് അറ്റ്ലീസ്റ്റ് ഗൂഗിളിലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തുകൂടെ? അതൊക്കെ ഇപ്പം ഗലാത്തി 2:2 16 2 6 ഉണ്ട്, പക്ഷെ മറിഞ്ഞു പോയി. ഗലാത്തി 6:2 ഗലാത്തി 6:2 കണ്ടോ? ഗലാത്തി 6:2 പരസ്പരം ഭാരങ്ങൾ സഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കും. അതെല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കും. നമ്മൾ ക്രിസ്ത്യാനിയാണെങ്കിൽ മോശയുടെ നിയമമാണോ പൂർത്തിയാക്കേണ്ടത്? ക്രിസ്തുവിന്റെ നിയമമാണോ? നിങ്ങൾ ഫരിസേയനാണോ ക്രിസ്ത്യാനിയാണോ? പറയും എന്ന് പറഞ്ഞ, നിങ്ങൾ ഫരിസേയനാണോ ക്രിസ്ത്യാനിയാണോ? ക്രിസ്ത്യാനിയാണെങ്കിൽ ആരുടെ നിയമം പൂർത്തിയാക്കണം? അപ്പൊ 10 പ്രമാണം പൂർത്തിയാക്കണ്ടേ? 10 പ്രമാണമൊക്കെ ഇതിന്റെ അകത്ത് ഉണ്ട്. അതവർ ഞാൻ വന്നിരിക്കുന്നത് ഈ പ്രമാണങ്ങളെ പൂർത്തിയാക്കാനാണ്. എന്നിട്ടാണ് ഈശോ പറയാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ, കൊല്ലരുത്. 5-ാം അധ്യായത്തില് ഈ പ്രമാണങ്ങളുടെ ഡിഫറൻസ് അറിയണം. പഴയ നിയമത്തിലെ പ്രമാണവും ഈശോ തന്നിരിക്കുന്ന പ്രമാണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. പ്രമാണം എഴുതിയിട്ട് അവരെ ഒട്ടിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പൊ ഈ മുടിയനായ പുത്രന്റെ ചേട്ടന്റെ ഭാര്യയാവും. അവൻ പറയാണ്, ഞാൻ അപ്പം പറഞ്ഞ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ട്, എന്നിട്ട് എനിക്ക് വേണ്ടി ഒരു ആട്ടുംകുട്ടീനെ വെട്ടിയോ താൻ? എന്തപ്പനാണ്? അപ്പൻ വളരെ സ്നേഹത്തോട് പറയാൻ, മകനെ, നീ എപ്പോഴും എന്റെ കൂടെ അല്ലേ? എടാ, ഈ സമ്പത്ത് മുഴുവനും ഇതിന്റെ എല്ലാം ഉത്തരാധികാരി ആരാ? നീ മകൻ എന്നുള്ള നിലയ്ക്ക് നീ അവകാശിയല്ലടാ. എനിക്കുള്ളതെല്ലാം ഞാൻ ഓർക്കാണ്. ബോംബെയിൽ ഉണ്ടായിരുന്നപ്പോഴത്തെ വേറൊരു കഥ. വികാരിയച്ഛൻ വന്നിട്ട് പറയാണ്, ബ്രദറെ, അപ്പൊ അന്ന് കല്യാൺ രൂപത ആരംഭിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് കുർബാനയ്ക്ക് ലത്തീൻ കുർബാന പള്ളിയിൽ അവർ തരുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒന്നും ഒരു വേദപാഠം പഠിപ്പിക്കാനോ നമ്മുടെ സൗകര്യത്തിനൊരു സ്ഥലമില്ല. അതുകൊണ്ട് നമുക്കൊരു പള്ളി വേണ്ടേ? തീർച്ചയായിട്ടും വേണം. പള്ളി വേണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നുണ്ടാവും, അതിനുവേണ്ടി കാശ് വേണം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കാശുണ്ടാക്കാനും പറ്റുള്ളൂ ഇത്രയും എമൗണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ അതിനൊരു കണക്ഷൻ ആരംഭിക്കും. മാസം മാസം എല്ലാവരും കുറച്ച് പൈസ അങ്ങനെ കൂടി കുറച്ച് വർഷം കഴിയുമ്പോൾ നമുക്കൊരു എമൗണ്ട് ആവും, നമുക്ക് മേടിക്കാം. അപ്പൊ എനിക്ക് തോന്നി ഞാൻ തന്നെ അതിനൊരു ഡൊണേഷൻ തരാം. എന്നിട്ട് ഉടനെ ഒരു ചെക്ക് എഴുതിയാൽ പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലട്ടോ, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാനിത് തരികയാണ്. ഒറ്റ വിശ്വാസത്തില് ഞാൻ 2-3 ദിവസം കഴിയുമ്പോ അച്ഛനോട് പറയും, എൻ്റെ ബാങ്കിൽ പൈസ വരുമ്പോ അപ്പൊ ഇത് കിട്ടാൻ മതി. അപ്പൊ എന്താണത്? ഞാനിപ്പോ തന്നു, എന്റെ പിതാവിനറിയാം. അപ്പൊ എന്റെ പിതാവ് എന്നോട് പറഞ്ഞ എന്താണ്? തോമാസേ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അതുകൊണ്ട് ഉടനെ എൻ്റെ അക്കൗണ്ടിൽ കർത്താവ് പൈസ ഇടും. എന്തിനു വേണ്ടിയിട്ട്? ഈ കാശ് കൊടുക്കാൻ.
അച്ഛനങ്ങ് ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും അറിയാം എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല ആ സമയത്ത്. പക്ഷെ എന്നാലും എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് എൻ്റെ മനസ്സ് പറയാണ് ഇത് കൊടുക്ക്. 3-4 ദിവസം കഴിയുമ്പോൾ പൈസ വരും, അപ്പൊ ക്യാഷാക്കാം. ഏതായാലും ഇപ്പൊ പള്ളിയൊന്നും പണിയാൻ പോയി. അച്ഛൻ പറയാണേ, അച്ഛനങ്ങ് ഭയങ്കര സന്തോഷമായി. അച്ഛനങ്ങ് വികാരഭരിതനായി. പറയാണ്, ബ്രദറെ, അടുത്ത ഞായറാഴ്ച കുർബാന കഴിയുമ്പോൾ ഞാനിത് അനൗൺസ് ചെയ്യാം. ഇങ്ങനെ നമുക്കൊരു പ്ലാൻ, പള്ളി പണിയെല്ലാം ആരംഭിക്കാൻ വേണ്ടി ഒരു കളക്ഷൻ നമുക്കങ്ങ് ആരംഭിക്കാം. ബ്രദർ തന്നെ അതങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഈ ചെക്ക് തന്നുകൊണ്ട് അങ്ങനെ ഉദ്ഘാടനം ചെയ്തു. ഉടനെ ആൾക്കാർ ഓരോരുത്തരായിട്ട്. ഞാൻ പറയുന്നത് നമുക്കുണ്ടായിട്ടല്ല കൊടുക്കേണ്ടത്, നമ്മളെ ഇല്ലായ്മയിൽ. ചേട്ടനോട് ഞാനിതൊക്കെ എന്തിനാ പറയണത്? ഞാനിവിടെ വചനം എടുത്തു വെച്ചതാ. ഓക്കെ, അപ്പോ നമുക്ക് വേണ്ടത് ഈ ദൈവത്തിനുള്ളതെല്ലാം നമുക്കുള്ളതാണ് എന്നുള്ള ഒരവബോധം വേണം. പോവാം, നമുക്ക് ഭക്ഷണത്തിന് പോവാം. പറ്റണില്ല. ഇതാണ് ആത്മാവ് നയിക്കുക എന്നുള്ളത്. അതുകൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈശോ ലൂക്ക 4-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. ലൂക്ക 4. അതിലാദ്യത്തെ വചനം ഇതാണ്: യേശു യോർദാനിൽ നിന്ന് ആത്മാവിനാൽ നിറഞ്ഞവരായി. ലൂക്ക 4. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അതായത് ഈശോ അവിടെ ജ്ഞാനസ്നാനത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. നമ്മളും ഇത് ധാരാളം യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നമ്മളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്. പക്ഷെ അത് പോരാ. അടുത്തെന്താ പറയണത്? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട്. അപ്പൊ ഇവിടുത്തെ കോണ്ടസ്റ്റ് നോക്കൂ. ഒന്ന്, ആത്മാവിനാൽ നിറഞ്ഞാൽ മാത്രം പോരാ, ആത്മാവിനാൽ നയിക്കപ്പെടണം. ഒന്നെല്ലാവരും പറഞ്ഞേ, ആത്മാവിനാൽ നയിക്കപ്പെടണം. നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഈ ആത്മാവ് നമ്മളോടിങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കേൾക്കണം. അതാണ് നമ്മൾ ഈ ധ്യാനത്തിലെ മറ്റൊരു വലിയ കാര്യം. എന്നിട്ട് അപ്പൊ ഇതിന്റെ അകത്ത് വലിയ രഹസ്യങ്ങളുണ്ട്. ആത്മാവ് ഈശോനെ നയിച്ചത് നേരെ പിശാചിന്റെ അടുത്തേക്കാണ്. എന്താ? ഈശോയും പരിശുദ്ധാത്മാവും തമ്മിൽ വല്ല വഴക്കടി ഉണ്ടായോ? ഈശോയെ നേരെ പിശാചിന്റെ അടുത്തേക്ക് ചെല്ലട, ആ പിശാചിന്റെ അടുത്തേക്ക് പോകും, പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ. അപ്പൊ അതിനെ പോസിറ്റീവായിട്ടല്ല കാണേണ്ടത്. എന്തുകൊണ്ടാണ് ആത്മാവ് യേശുവിനെ പിശാചിന്റെ അടുത്തേക്ക് അയച്ചത്? എന്തുകൊണ്ടാണ്? ഒന്ന്, യേശു എന്തിനാ വന്നിരിക്കുന്നത്? യേശുവിന്റെ മിഷൻ എന്താണ്? യേശുവിന്റെ ദൗത്യം എന്താണ്? പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാനാണ് ഈ ചോദ്യം. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് വേറെ സമയമൊന്നും കളയണ്ട, നേരെ പിശാചിന്റെ പ്രവർത്തനത്തെ നശിപ്പിക്കാൻ ഇറങ്ങണം. അതിന് നീ എന്തൊക്കെ ചെയ്യണം? 40 ദിവസം ഉപവസിച്ചു. ഇവിടെ എഴുതിയിട്ടില്ല. എന്താ എഴുതിയേക്കണേ ഇവിടെ? 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. വിശുദ്ധ ഹിലാരി പിതാവ് പറയുന്നത് എന്തുകൊണ്ട് അവന് ഭക്ഷിച്ചില്ല? അടുത്തെഴുതിയിരിക്കുകയാണ്, അപ്പോൾ അവന് വിശന്നു 40 ദിവസം കഴിഞ്ഞപ്പോ. അപ്പൊ 40 ദിവസം എന്തുകൊണ്ട് ഭക്ഷിച്ചില്ല? വിശന്നില്ല. 40 ദിവസം അവന് വിശന്നില്ല. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് കൈവീശേ. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങില്ലേ? ഇപ്പൊ നമ്മൾ പോകാം. ഇവിടെ ചായ റെഡിയാണ്. ഇവിടെ കേട്ടോ, ഇത് വളരെ വലിയൊരു രഹസ്യമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ തുറക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് അവന് വിശന്നില്ല? ഹിലാരി പിതാവ്, ഇതാണ് ഈ പിതാക്കന്മാരുടെ പ്രബോധനം പഠിക്കണം. ഹിലാരി പിതാവ് പറയാണ്,
യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിലെ ആദ്യത്തെ 40 ദിവസം യേശു തന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാനത്തെ 40 ദിവസവുമായിട്ട് ആത്മാവ് നയിച്ചു, അതിനെ ഒന്നിപ്പിച്ചു. യേശുവിന് ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായ യേശുവിന് ഇത് വളരെ എളുപ്പമാണ്. യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആദ്യത്തെ 40 ദിവസം, യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാനത്തെ 40 ദിവസം എന്താ? യേശു ഉയർത്തെഴുന്നേറ്റ് മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ അപ്പസ്തോലന്മാരോട് കൂടെ ജീവിച്ച സമയം. ആ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിന് വിശപ്പില്ല, മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിന് ഭക്ഷണം വേണ്ട. എന്നാൽ അവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 2 ദിവസം മുമ്പ് കൊന്നു കുഴിച്ചിട്ട ഈ മനുഷ്യൻ ഇവിടെ ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാള് നമ്മള് ശവടപ്പൊക്കെ കഴിച്ച് നാളത്തും കഴിച്ച് ആൾക്കാരെല്ലാം വീട്ടിലിരിക്കെ മരിച്ച് ആള് എഴുന്നേറ്റ് നമ്മുടെ വീട്ടിൽ വരാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചു. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചേക്കണേ. അവർക്ക് ഒരു വശത്തിൽ ഭയം, ഇത് വല്ല ഭൂതമാണോ? അപ്പോ കർത്താവ് നമ്മുടെ ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പേടിക്കല്ലേ, എപ്പോഴും പേടിക്കല്ലേ, ഞാൻ തന്നെയാണത്. ഒരു മീൻ കഷ്ടം കൊണ്ടത് ഞാനിപ്പോ തിന്ന് കാണിച്ചു തരാം. അപ്പോ ഒരു വറുത്ത മീന്റെ കഷ്ണം കൊണ്ടുവന്നു തിന്ന് കാണിച്ചു കൊടുക്കാണ്. ഞാൻ അതേ ഉയർത്തെഴുന്നേറ്റ ഞാൻ ശരീരവും ഒക്കെ എനിക്കുണ്ട്. ആത്മാവ് യേശുവിനെ നയിച്ചത് എങ്ങനെയാണ്? യേശുവിന്റെ അവസാനത്തെ 40 ദിവസത്തെ ജീവിതവുമായിട്ട് യേശുവിനെ ഒന്നാക്കി കഴിഞ്ഞപ്പോ യേശുവിന് വിശന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈശോനെ വീണ്ടും തിരിച്ച് തന്റെ മാനുഷിക അവസ്ഥയിലേക്ക് കൊണ്ടുവന്നപ്പോ ഈശോന് വിശന്നു. അപ്പോൾ പിശാച് എന്ന് പറഞ്ഞാൽ യേശുവിൽ തന്നെയുള്ള മനുഷ്യത്വം പറയുകയാണ്, നീ ഇങ്ങനെ വിശന്നിരിക്കേണ്ട ആവശ്യം എന്താ? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞൂടെ? അപ്പോ വീണ്ടും ആത്മാവ് ഈശോയെ നയിക്കുകയാണ്. എങ്ങനെ നയിക്കണേ? എഴുതപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഓർത്തെ. നിയമാവർത്തന ഗ്രന്ഥത്തിലെ 8-ാം അധ്യായത്തില് 3-ാമത്തിലെ പദ്യത്തിൽ എന്താ ചെയ്യപ്പെടുന്നത് പറഞ്ഞൂടെ? എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ട്. പിശാച് പോയി. ഈ പോകുകയും വരെയും ചെയ്യുന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മളെ നയിക്കുന്നത് ആരാണ്? ആത്മാവ്. ആത്മാവ് നമ്മളൊരു ക്രിസ്ത്യാനിയെ ആത്മാവ് എങ്ങോട്ടാ നയിക്കണേ? ഒരു ക്രിസ്ത്യാനി എങ്ങനെയാ ജീവിച്ചത്? ഈ ക്രിസ്ത്യാനിയുടെ ജീവിതം എവിടെ നിന്നാണ്? യേശുവിന്റെ ഉത്ഥാനത്തിൽ നിന്നാണ്. സർവാധിപനാം കർത്താവേ എന്ന് പറഞ്ഞ് ഉത്ഥാനഗീതം പാടുന്നു. മർത്യനു നിത്യമോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. എപ്പോഴാണ് ഉത്ഥാനം പറയണേ? അന്ത്യദിനത്തിൽ വരുന്ന ആ കർത്താവിന്റെ ഉത്ഥാനം മനുഷ്യൻ എപ്പോഴാണ് നൽകണേ? മാമോദീസായിൽ തന്നെ നമ്മൾ ആ ഉത്ഥാനത്തിലാണ്. മാമോദീസ എന്ന് പറയുന്നത് യേശുവിന്റെ മരണവും ഉത്ഥാനത്തിന്റെയും അനുഭവമാണ്. ആത്മാവ് നമ്മളെ നയിച്ചത് യേശുവിനെ മാമോദീസാക്ക് ശേഷം ഉത്ഥാനത്തിന്റെ അനുഭവത്തിലേക്കാണ് നയിച്ചത്. ആ ഉത്ഥാനത്തിന്റെ അനുഭവമുള്ളവരാണ് ഒരു ക്രിസ്ത്യാനി. അപ്പോ ഉത്ഥാനഗീതം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കും. ഈ നിത്യം പരിപാലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാനുഷികതയെ പരിപാലിക്കുക എന്നുള്ളതല്ല. മാനുഷികതയെ ഉത്ഥാനത്തിന്റെ അനുഭവമായിട്ട് ഒന്നിച്ചുകൊണ്ട് ആ ഉത്തിതനായ കർത്താവ് ജീവിക്കുന്ന ഒരു കൂടാരമാണ് നമ്മൾ. റോമർ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും.
ഇപ്പോഴും മരിച്ചു തന്നെ ഇരിക്കണം. യേശുക്രിസ്തു ഉത്ഥാനം ചെയ്തുവോ? ആ ഉത്ഥാനം ചെയ്ത യേശുക്രിസ്തു എവിടെ? ഓരോ ക്രിസ്ത്യാനിയിലും ജീവിക്കുന്നു. അതാണ് പൗലോസ് പറഞ്ഞത്, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. മരിച്ച ക്രിസ്തു അല്ല, ഉത്ഥിതനായ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞേ, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടോ? 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 അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് വിശപ്പിണ്ടാവില്ല. അതാണ് 40 ദിവസം ഞങ്ങളൊക്കെ ഉപവസിച്ചത്. അന്ന് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. പിന്നീട് ഇത് പഠിച്ചപ്പോഴല്ലേ മനസ്സിലായത് എങ്ങനെയാണ് ഞങ്ങൾക്ക് 40 ദിവസം വിശന്നില്ല. നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെയും വചനത്തിലൂടെയും നിത്യ ആരാധനയിലൂടെയും യേശുവിന്റെ ഉദ്ധിതനായ യേശുവുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതമാണ്. അങ്ങനെയുള്ളവർക്ക് അധികം വിശക്കൂല. ഒന്നുകൂടി പറഞ്ഞ, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നവന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഹല്ലേലൂയ. ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ച ഈ ബോധ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഹല്ലേലൂയ, മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് മകനെ. ഇപ്പൊ ഒട്ടും വിശപ്പില്ല ആള്. കാരണം എന്നാലും നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണ കഴിച്ചില്ലെങ്കിൽ അവർക്ക് പ്രയാസമാവില്ലേ? അതുകൊണ്ട് കഴിക്കാം, ഇല്ലേ? അരമണിക്കൂർ കൊണ്ട് കഴിച്ചു വരാം. അരമണിക്കൂർ 45 മിനിറ്റ്സ്. 45 മിനിറ്റ്സ്. ഇപ്പൊ എത്ര സമയം? 8:30. 9:15.